പാലിയത്തുരുത്തിൻ്റെ ജീവിതം, പ്രത്യേകിച്ച് ഇപ്പോൾ കർഷക തൊഴിലാളികളൊക്കെ ജീവിച്ച നെയ്ത്തുകാരും കർഷക തൊഴിലാളികളും എല്ലാമായിരുന്നു ആ നാട്ടിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഒരു 3/4 നൂറ്റാണ്ട് മുൻപ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പുഷ്കലമായൊരു കാലമായിരുന്നു. അപ്പോൾ ഈ സാറിൻ്റെ കുടുംബത്തിലൊരു ജ്യേഷ്ഠൻ തന്നെ ഒരു പ്രാദേശിക നേതാവൊക്കെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞു. സാറിൻ്റെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഒക്കെ എങ്ങനെയായിരുന്നു? ഈ ഗ്രാമത്തിൽ ഈ എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഗ്രാമത്തിലെ വായുവിലെ കമ്മ്യൂണിസം സൃഷ്ടിച്ചാണ് ഞാനും വളർന്നത്. ഓ അങ്ങനെ. ആ സ്ഥിതിക്ക് ഒരു അനുഭാവിയായിരുന്നു. ആ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അന്നത് ഈ സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് രാഷ്ട്രീയം പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയമൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ്, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാർ പലരും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നിട്ടുണ്ട്. അതിൽ ഒരാളെ പറ്റി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കെ.യു. ദാസ് എന്ന പേരുള്ള എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്ത്. അദ്ദേഹം നല്ല ഒരു ആവേശം കയറിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. അദ്ദേഹം അന്ന് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടിയായിരുന്നു അത്, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാറുണ്ട്. ഏത് വർഷത്തെ? 60-കളിലാണ്. 1948-ലാണ്. 48-ല്. അത് കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരനെ ഇവർ കൊല്ലുകയും ചെയ്തു, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട്. അപ്പോൾ സാറ് ചെറിയ കുട്ടിയായിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എനിക്ക് 11 വയസ്സുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഒരു പോലീസുകാരനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഗ്രാമം മുഴുവൻ ഒരു ഭീകര അന്തരീക്ഷത്തിലായി. പോലീസ് ഇവരെ അന്വേഷിച്ച് വരും, ദിവസവും പകലും രാത്രിയൊക്കെ വന്ന് നോക്കും. അപ്പോൾ കുറച്ച് നാളൊക്കെ അണ്ടർഗ്രൗണ്ടായിട്ട് ജീവിക്കാൻ പറ്റി ഈ ദാസ് എന്ന് പറഞ്ഞ ആൾക്ക്. അവസാനം പോലീസുകാർ പിടിച്ചു. നിവൃത്തിയില്ല, കാരണം ഇത് വലിയൊരു കൊലക്കുറ്റമല്ലേ. അപ്പോൾ അന്നത്തെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. പാർട്ടിയോടുള്ള ആവേശം മൂത്തിട്ട് ചെയ്തതാണ്. കാരണം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ അംഗങ്ങളൊക്കെ അതിന് കൂട്ടുനിന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയോ? കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചതായിട്ടാണ് ഞങ്ങൾ കേട്ടത്. കസ്റ്റഡിയും മരണം പോലത്തെ ഒരു മരണം എന്തോ ആയിരുന്നു അല്ലേ? അന്നത്തെ പേപ്പറിൽ വന്നത് അദ്ദേഹം ക്ഷയരോഗം വന്ന് മരിച്ചു എന്നാണ്. അങ്ങനെയല്ലുള്ളൂ അത് വരുള്ളൂ. അങ്ങനെ വന്നത്. പിന്നെ ഈ പാർട്ടിയായിട്ടുള്ള ഒരു അനുഭവമൊക്കെ പറഞ്ഞല്ലോ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ പാർട്ടിയോടുള്ള സ്നേഹമുണ്ട്, പാർട്ടിയോട് പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷേ നല്ലത് പഠിക്കുന്ന ഒരു കുട്ടിയാവുമ്പോൾ വീട്ടുകാർക്കൊക്കെ പ്രശ്നങ്ങളായിരിക്കും. കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ പഠനമൊക്കെ ഉഴപ്പി പോകുന്നുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഉള്ളിലുള്ള ആ ആവേശമൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിച്ചു പോകുന്നത്. അപ്പോൾ പാർട്ടിക്ക് ഈ അനുഭാവിയായിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അന്ന് ഈ ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വാൾ പോസ്റ്റ് എഴുതി കൊടുക്കുക, അതുപോലെ ഈ ഇലക്ഷന് ആൾക്കാരുടെ സ്ലിപ്പ് എഴുതി കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ പണികൾ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ പണികൾ, നിർദോഷമായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഉണ്ട്. പിന്നെ ഈ ഒളിവിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ബീഡിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ള വീട്ടിൽ ആരെങ്കിലും ഒളിവിൽ കഴിഞ്ഞിരുന്നോ? എങ്ങനെ? അടുത്ത വീടുകളിലൊക്കെ ആൾക്കാർ താമസിക്കാറുണ്ട്. അപ്പോൾ രഹസ്യമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെ താമസിച്ച പാലിയത്തുരുത്തിൽ നിങ്ങളെ ഗ്രാമത്തിൽ വന്നിരുന്നു? അന്ന് കുറേ നേതാക്കളുണ്ടായിരുന്നു. അവർ അത്ര പേരുള്ള നേതാക്കളല്ല ഇപ്പോൾ. അന്ന് ഒരു പാലിയൻ റോഡ് സമരം ഉണ്ടായി. പാലിയൻ റോഡ് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടിയുള്ള റോഡിൽ കൂടി അവർണർക്ക് പോകാൻ പാടില്ല എന്നുള്ള ബോർഡുണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്, 48-ലാണ്. അപ്പോൾ അതിൽ നാട്ടുകാർ സമരം തോന്നി, അങ്ങനെ റോഡ് തുറന്നു കിട്ടണമെന്ന് പറഞ്ഞു. ആദ്യം അത് ഉദ്ഘാടിക്കാൻ വന്നത്
തിരുവിതാംകൂറിലെ മന്ത്രിയായിരുന്ന സി കേശവനാണ്, കോൺഗ്രസ് മന്ത്രിയായിരുന്ന സി കേശവനാണ്. ആ അത് ക്രമേണ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു. ആ അങ്ങനെ ഹൈജാക്ക് ചെയ്തു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന് സമരത്തിൽ ഇറങ്ങിയിട്ട് അവരുടെ സമരമാക്കി മാറ്റിയെടുത്തു. അതായത് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൊതുജന ഇതല്ലേ, അപ്പോൾ അത് ഏറ്റെടുത്തു. അന്ന് EMS, AK ഗോപാലൻ എല്ലാം അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവരാരെയും പ്രസംഗം കേട്ടതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? കേട്ടായിട്ട് ഓർമ്മയില്ല. അന്ന് ആ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി നിൽക്കും, കുറേ നേരമൊക്കെ കേട്ട് പോരും. അന്നൊന്നും വലിയൊരു കുട്ടിയായിരുന്നത് കൊണ്ട് കാര്യങ്ങളുടെ. പിന്നെ അന്നും ഇവിടെ പിന്നീട് മന്ത്രിയായ TK രാമകൃഷ്ണനൊക്കെ അവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. പിന്നെ അന്ന് ഈ സമരത്തിലുണ്ടായിരുന്ന ഒരു ജലീൽ, കുറേ ആൾക്കാർ, അവരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കലൊക്കെ എൻ്റെ ജോലിയാണ്. ഒരു കടമ പോലെ നിർവഹിച്ചു അല്ലേ ആ കാലഘട്ടത്തിൽ? കാരണം എല്ലാവർക്കും താല്പര്യമാണ് അവരോട്. പക്ഷേ ഈ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തുറന്ന് രാഷ്ട്രീയമൊന്നും പാടില്ല, ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ചെയ്യാവുന്ന സഹായം. കാരണം ജനങ്ങൾ മുഴുവനും ഈ സോഷ്യലിസ്റ്റ് ആശയത്തിലും ചിന്താഗതിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അന്ന് ഈ വലിയ പണക്കാരെയൊക്കെ നമുക്ക് വെറുപ്പാണ്. അങ്ങനെയാണ് ഞങ്ങൾ പൊതുവെ ആ കാലഘട്ടത്തിൽ പണക്കാരെല്ലാവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ്, ചൂഷകരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അതായത് ഇപ്പം കാലം ഒരുപാട് മാറി, എല്ലാറ്റിനും വന്നതുപോലെയുള്ള മൂല്യച്യുതിയും പ്രശ്നങ്ങളും എല്ലാം എല്ലാ പാർട്ടികളിലും ഉണ്ടായി. അപ്പോൾ ഈ CPM ഇന്ന് ഭരിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഇന്നും പണ്ട് കമ്മ്യൂണിസ്റ്റുകളെ എങ്ങനെ നോക്കിക്കണ്ടിരുന്നോ പൊതുസമൂഹം, പ്രത്യേകിച്ച് അധികാരികൾ, അതേ അവസ്ഥയിലേക്കാണ് ഇന്ന് മാവോയിസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഈ സംഭവങ്ങൾ പാർട്ടിയോടെ ഒരു അനുഭവമൊക്കെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ചെയ്ത ഒരാൾ, ഒരു കമ്മ്യൂണിസത്തോട് ഒരു ആഭിമുഖ്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? അല്ല, ഇപ്പോഴത്തെ ഈ മാവോയിസ്റ്റ് നക്സലേറ്റ് അവരുടെ ആശയഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ പറയുന്നത് അവരും കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ. കാരണം സായുധ വിപ്ലവം കൊണ്ട് കമ്മ്യൂണിസം വരുത്താൻ സാധിക്കുമെന്ന് ആരും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഈ ഇലക്ഷനിൽ കൂടി സർക്കാർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള 1956 57 ലോകത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഒരു മന്ത്രിസഭ ഉണ്ടായത് ഇലക്ഷനിൽ കൂടി. അതിനുമുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പാർലമെൻ്ററി ജനാധിപത്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ EMS 1957 ഗവൺമെൻറ് ഉണ്ടാവുന്നത്. അതായത് അത് ലോകത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണത്. ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം വന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ജനങ്ങളാരും തന്നെ ഒരു സായുധ വിപ്ലവത്തിൽ നിന്നും തയ്യാറാവില്ല. പിന്നെ അത് പല കാരണങ്ങളുണ്ട്. അന്നാണെങ്കിൽ കൊടിയ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എല്ലാം ഉള്ളതുകൊണ്ട് അവർ എന്തിനും തയ്യാറായിരുന്നു. ഇപ്പോൾ ഈ തീരെ സാമ്പത്തികമായിട്ട് വളരെ മോശമായിരുന്നവർക്കിപ്പോൾ പലർക്കും ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, ചെറിയൊരു വരുമാനമുണ്ട്. അപ്പോൾ ദാരിദ്ര്യം പൊതുവെ വളരെ കുറവാണ്. ഇപ്പോൾ പണ്ടത്തെ മാതിരിയുള്ള ദാരിദ്ര്യം ഇല്ല. പിന്നെ പോരാത്തത് ആളുകൾക്ക് ഇപ്പോൾ സമയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ രാഷ്ട്രീയ ചിന്തയൊന്നും ഇപ്പോൾ മനുഷ്യർക്ക് ഇല്ല. ഇപ്പോൾ ഏത് പാർട്ടി ആയാലും അതൊരു തൊഴിൽ പോലെയായി. രാഷ്ട്രീയ ഒരു തൊഴിൽ മേഖലയായിട്ട് മാറി. പഴയ ആവേശമൊക്കെ പോയി. അത് കാലത്തിൻ്റെ ഒരു മാറ്റാണ് അല്ലേ? എന്നാലും ഇപ്പോഴും ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ളവർ ഇപ്പോഴും അങ്ങനെ ജീവിച്ചു പോകുന്നു. നാളെ ഇപ്പോൾ ഒരു
മുതലാളിത്ത രാഷ്ട്രമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണെങ്കിൽ എന്താ ചെയ്യാനൊക്കെ ആയിക്കൂടുന്നില്ല. അല്ല, പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ യുക്തിബോധം ഉണ്ടായിരുന്നു. യുക്തിവാദിയാകുക എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റാണ്. ഇന്നിപ്പോൾ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ യുക്തിവാദിയായി കഴിഞ്ഞാൽ ആളെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇപ്പം അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതായത് വിദ്യാഭ്യാസം വർദ്ധിച്ചതോടൊപ്പം അഭ്യസ്തവിദ്യരായി കൂടുതൽ വിദ്യാഭ്യാസം നേടി വലിയ വലിയ ഡിഗ്രികളൊക്കെ മനുഷ്യർ നേടിയെങ്കിലും അതോടൊപ്പം തന്നെ അതോട് മത്സരിച്ച് തന്നെ അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇതാവുന്ന ഒരു കാലം. അന്ധവിശ്വാസം മാത്രമല്ല, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ അതൊന്നും പണ്ടില്ലായിരുന്നു. ഇല്ല. പണ്ട് എല്ലാ മതക്കാരും വളരെ സൗമ്യമായിട്ട് ജീവിച്ചിരുന്നു. ഒരു വഴക്കമുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളിൽ ക്രിസ്ത്യാനി ഉണ്ടാകും, മുസ്ലിം ഉണ്ടാകും, ഹിന്ദു ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ അവർ അന്യരാണെന്നുള്ള തോന്നൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും മതവിശ്വാസത്തിൽ മതവിശ്വാസം. അപ്പോൾ എൻ്റെ മതം നല്ലത്, മറ്റൊക്കെ മോശം എന്നുള്ള ധാരണ വന്നു തുടങ്ങി. അതിനൊരു സംഭവം ഞാൻ പറയാം. നമ്മുടെ നിത്യചൈതന്യ എന്ന സന്യാസി ഒരു എഴുതി. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതം എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നു. തൻ്റെ മതം എന്താണെന്ന് അറിയാതെ ജീവിച്ചിരുന്ന കുട്ടികളുണ്ടെന്ന്. അത് ഞങ്ങളുടെ അതുപോലെയൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മതമൊന്നുമില്ല. എല്ലാവരും ചിലർ പള്ളിയിൽ പോകുന്നു, ചിലർ അമ്പലത്തിൽ പോകുന്നു എന്നല്ലാതെ അവരെല്ലാം ഒരേ മനുഷ്യരാണെന്നുള്ള ധാരണയായിരുന്നു. അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും പോയില്ലെങ്കിലും എന്തായാലും മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യർ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളുള്ള ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന ബസ്സുകൾ, വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു എല്ലാ രംഗത്തും സംഘർഷത്തിൻ്റെതായ ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും അതിൽ നിന്ന് വിഭിന്നരല്ലാതെ അല്ലെങ്കിൽ അവർ പോലും അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. സാറിൻ്റെ ഒക്കെ കുട്ടിക്കാലത്തുള്ള വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളാരും ബ്രോയിലർ കുട്ടികളായിരുന്നില്ല. ഞങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് നടന്നിട്ടാണ്. നമ്മൾ പോകുന്ന വഴി ഞങ്ങൾ മാവിൽ കല്ലെറിയും, മറ്റേ നെല്ലി ഇത് കല്ലെറിയും, അങ്ങനെ അതൊക്കെ പറിച്ച് തിന്നിട്ട് അങ്ങനെ ഇടയ്ക്ക് ചില ചായക്കടയിൽ കയറി വെള്ളം മേടിച്ച് കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾ അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാം കാണണം. അപ്പോൾ പാടങ്ങൾ കാണുന്നു. ഈ ലോകം മുഴുവൻ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ലോകം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അവർ പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ മനുഷ്യരായിട്ട് ഇടപഴകുന്നില്ല അവർ. ഞങ്ങൾ അതുപോലെ തന്നെ ഞാനൊക്കെ അന്ന് പഠിക്കുന്ന കാലത്ത് വീടിനടുത്ത് ഈ കയറ് പിരിക്കാറുണ്ട്. അവരുടെ അടുത്ത് പോയി സംസാരിക്കും, അവരുടെ ജോലിയെല്ലാം കണ്ട് മനസ്സിലാക്കും. ചിലർ ഈ വഞ്ചിയൊക്കെ റിപ്പയർ ചെയ്യുന്ന കാണാം, അവിടെ പോയി നിൽക്കും. അതുപോലെ ആശാരിമാർ ഓരോ പണി നടത്തുമ്പോൾ അവിടെ പോയി നിന്നതെല്ലാം കണ്ട് മനസ്സിലാക്കും. കൊല്ലന്മാരുടെ അവിടെ പോയാലും അവിടെ കുറേ നേരം നിന്ന് അതൊക്കെ മനസ്സിലാക്കും. കാരണം എല്ലാത്തരം മനുഷ്യരായിട്ട് ഇടപഴകിയിട്ട് അവരെ മനസ്സിലാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് അന്നത്തെ കുട്ടികൾ സമൂഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയും സസൂക്ഷ്മം അത് അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ഇന്നിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെ ഈ സ്കൂൾ ബസ്സുകളിൽ ഒരു പ്രത്യേകമായി തിരിച്ച ഒരു തരം ബസ്സുകൾ, മുറികൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് മാറി. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ബ്രോയിലർ കുട്ടികളാണ്. ഇവിടെ കോഴിക്കോട്ട് ഒരിക്കൽ കുറേ പഠിച്ച കൂട്ടർ ഒരു ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഒരു പഴക്കൊല കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പഴം എടുത്ത് കൊടുക്കണം. അവർ പോയിട്ട് ഓരോ പഴം ഉലിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. വന്നവരൊക്കെ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഒരു പഴത്തിൻ്റെ കൊലയിൽ നിന്ന് എങ്ങനെയാണ് പഴം കട്ട് ചെയ്തെടുക്കേണ്ടത് അതറിയാൻ വയ്യ. അവരൊന്നും കണ്ടിട്ടില്ല. അവരിപ്പോൾ ആകാശത്ത് നിന്ന് വന്ന അവർ ഈ നമ്മുടെ നാട്ടിലെ മനുഷ്യരുമായിട്ട് ഇടപഴകി നാട്ടിൽ രീതികളൊക്കെ മനസ്സിലാക്കി അല്ല ജീവിക്കുന്നത്. അവർ രാവിലെ ബസ്സിലോ കാറിലോ സ്കൂളിൽ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, പിന്നെ കുറേ ട്യൂഷന് പോകുന്നു. അവർക്ക് ലോകം കാണാനുള്ള സമയമില്ല. മാത്രമല്ല ഈ അച്ഛനമ്മമാരുമായിട്ട് ഇടപഴകാൻ പോലും അവർക്ക് സമയമില്ല. പ്രോപ്പറായിട്ടുള്ള പാരൻസും കുട്ടികളുമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും. കാരണം വെച്ചാൽ മറ്റേ വെച്ചാൽ നമ്മൾ
എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടുകാരെല്ലാവരും ഉണ്ടാകും. അപ്പോൾ ഓരോന്ന് കണ്ട് അതിന് അഭിപ്രായം പറയും, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കും. ഇപ്പം അതിനൊന്നും അവസരമില്ല. കുട്ടികളെ വേണ്ട വിധത്തിൽ വളർത്തുന്നതിന് അച്ഛനമ്മമാർക്കുടെ പങ്ക് ഇപ്പം അറിയുന്നില്ല. അവരായ കുറച്ച് വില കൂടിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, അവരുടെ ജോലി കഴിഞ്ഞു. ആ മട്ടിലാണ് ഇവരെ ഓരോ ചലനവും ഇവർ നോക്കി കണ്ടിട്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അത് ചെയ്യുന്നില്ല. ഒരു തിരുത്തൽ പ്രക്രിയ ഇല്ല, സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ വീട്ടുകാർ വളർത്താത്തതുകൊണ്ട് നാട്ടുകാരാണ് ഇവരെ വളർത്തുന്നത്. നാട്ടുകാരിൽ സാമൂഹ്യ വിരുദ്ധരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, ഈ മയക്കുമരുന്നിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കുട്ടികൾ മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്നത്. അതുപോലെ ടീച്ചർമാരും ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല, രക്ഷകർത്താക്കളും ടീച്ചർമാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നാട്ടുകാരാണ് ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ, സാമൂഹ്യ വിരുദ്ധരാണ് കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഇപ്പോൾ ഈ മരുന്നുകൾക്ക് അടിമയാകുന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ മയക്കുമരുന്നിന് അടിമയാകുന്നത് അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ ഓരോ സമയത്തും അവരുടെ പ്രവൃത്തി കണ്ടറിഞ്ഞ് അവരെ ശാസിക്കാനും അവരെ തിരുത്താനും ആരുമില്ല. മാതാപിതാക്കളും ഇല്ല, ടീച്ചർമാരും ഇല്ല. ഇപ്പോൾ ടീച്ചർമാർ ശാസിച്ചാൽ അത് പ്രശ്നമായി. ആ രീതി മാറണം. കുട്ടികളെ വീട്ടിൽ രക്ഷകർത്താക്കൾ വളർത്തണം. അവർക്ക് അനാവശ്യമായിട്ട് കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചു കൊടുത്ത് മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ചീത്തയാക്കരുത്. ഈ മൊബൈൽ വളരെ അപകടം പിടിച്ച സാധനമാണ്. അത് നിയന്ത്രണം വേണം.